ഹലോ. ഓ മാഡം എന്താ പരിപാടി? ഒരു മിനിറ്റേ. നമുക്ക് അന്ന് ഓണത്തിനൊരു കുർത്ത നമ്മൾ ചെയ്തായിരുന്നു, എനിക്ക് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നില്ലേ? അപ്പൊ അത് കണ്ടിട്ട് ഒരു കസ്റ്റമർ വന്നായിരുന്നു. അവർക്ക് അവരുടെ മോളുടെ അരങ്ങേറ്റാ. അപ്പൊ അതിന് മാച്ചിങ് ആയിട്ട് ആ ഒരു കുർത്തയും അതിന് മാച്ചിങ് ആയിട്ടുള്ള ഒരു സെറ്റും മുണ്ടും വേണമെന്ന് പറഞ്ഞു. അപ്പൊ അത് നമ്മൾ കസ്റ്റമൈസേഷൻ എടുത്തായിരുന്നു. അത് ഫിനിഷ് ആയിട്ടുണ്ട്. നമുക്ക് അവരും കൂടെ ഒന്ന് കാണിച്ചാലോ എല്ലാ കസ്റ്റമേഴ്സിനെയും? യെസ്. നമ്മുടെ കസ്റ്റമറിന്റെ റിക്വയർമെന്റ് എന്ന് പറഞ്ഞത് ഒരു സെറ്റും മുണ്ടും ഒരു കുർത്തയായിരുന്നു. അപ്പൊ അത് സെറ്റും മുണ്ടിൽ മുകളിലേക്ക് വരുന്ന പോർഷനാണ് ഇങ്ങനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇത് പല്ലു പോലെ വരുന്ന പോർഷനാണ്. നമ്മൾ ഡാൻസിങ് തീമിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഡാൻസിങ് മുദ്രാസും അതുപോലെ ഡാൻസിങ് ലെഗ് ചിലങ്ക വെച്ചിട്ടുള്ള കാലുമാണ് അതിൽ ഡിസൈൻ ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ. ഈ ലെഗിൽ തന്നെ നമ്മൾ ചിലങ്കയുടെ പോർഷൻ കാണിക്കാൻ വേണ്ടിയിട്ട് ബീഡ്സ് വെച്ചിട്ടും ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് ഫുള്ളി നമ്മളിങ്ങനെ ഡിസൈൻസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിന് മാച്ചിങ് ആയിട്ടിട്ട് ഹാൻഡ് മുദ്രാസിൽ നമ്മൾ കയ്യിലൊക്കെ ചെയ്യുന്ന ഒരു തീം വെച്ചിട്ടാണ് ഈ ഒരു എൻഡിൽ ഫിനിഷ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇത് ഫുള്ളി നമ്മൾ ഹാൻഡ് പെയിന്റഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. നമ്മളൊരു ബ്ലാക്ക് ആൻഡ് റെഡ് കോമ്പിനേഷൻ യൂസ് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ ഇതിന് ടാസൽസും പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ബ്ലാക്ക് ആൻഡ് റെഡ് കോമ്പിനേഷനാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടാസൽസും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് സെറ്റിന് മുണ്ട് നോക്കാം അല്ലേ. മുണ്ടിൽ ഡിസൈൻ വരുമ്പോൾ നമുക്ക് വേർട്ടിക്കലി വരുന്ന ഈ ഒരു പോർഷനിൽ ഇങ്ങനത്തെ ഒരു ഡിസൈനാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇനി ഏറ്റവും എൻഡിലാണ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അത് ഹാൻഡ് മുദ്രാസും അതുപോലെ തന്നെ നമ്മൾ ഈ ഡാൻസിങ് ലെഗും ആണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇങ്ങനെ ഓൾട്ടർനേറ്റീവ് ആയിട്ട് ആ രണ്ട് വെച്ചിട്ടാണ് നമ്മൾ ഡിസൈനിങ് ചെയ്തിരിക്കുന്നത്. കസ്റ്റമർക്ക് ഒരുപാട് ഓവർ വർക്ക് വേണ്ടാന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ സിമ്പിൾ ആയിട്ട് ഇങ്ങനെ ഒരു ഡിസൈനിലേക്ക് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഇനി നമുക്ക് കുർത്ത നോക്കിയാലോ. ഈ കുർത്ത വരുമ്പോൾ അതും കോട്ടൺ ഫാബ്രിക്കിൽ തന്നെ, ഫാബ്രിക്കിലെ ത്രെഡിന്റെ ഡിസൈൻ വന്നിട്ടുള്ള ഒരു ഫാബ്രിക്കാണ് നമ്മൾ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിന് തന്നെ കുർത്തയിൽ വരുമ്പോൾ നെക്ക് ഒരു ഡീപ്പായിട്ടാണ് നെക്കിന്റെ ഒരു ലൈൻ വരുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഇതൊരു സിമ്പിൾ ലെഗ് മാത്രമാണ് ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. അതിലും ചിലങ്കേന്റെ പോർഷൻ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ബീഡ്സ് വെച്ച് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇഷ്ടപ്പെട്ടവർ എന്തായാലും കമന്റ് ചെയ്യണേ. താങ്ക് യു.